നമസ്കാരം. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ നിർബന്ധിത വിരമിക്കലിന് വിധേയനാക്കിയ കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ചയാകുകയാണ്. കേരളത്തിൽ ഏറെ വിവാദമായ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അടക്കം പ്രതിരോധത്തിലായ ഈ കേസിൽ പിണറായിയെ രാഷ്ട്രീയമായി രക്ഷിച്ചെടുത്തതിൽ രാധാകൃഷ്ണനും പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പി രാധാകൃഷ്ണന്റെ പിരിച്ചുവിടലും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കൈക്കൂലി ആരോപണം, രഹസ്യവിവരങ്ങൾ ചോർത്തൽ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ച എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാഷ്ട്രപതി ഒപ്പുവെച്ച ഉത്തരവിലൂടെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കിയത്. തിരുവനന്തപുരം സ്വദേശിയായ രാധാകൃഷ്ണൻ കേരളത്തെ പിടിച്ചുകുലുക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ, സ്വപ്ന സുരേഷ് എന്നിവരുടെ അറസ്റ്റിലേക്ക് നയിച്ച ഉന്നതതല അന്വേഷണം നടത്തിയത് ഇദ്ദേഹമായിരുന്നു. എന്നാൽ താൻ അന്വേഷിച്ച കേസിലെ സമാനമായ വിവാദങ്ങളിൽപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതതലത്തിലേക്ക് അന്വേഷണം പോകാതെ അട്ടിമറിച്ചത് രാധാകൃഷ്ണന്റെ ഇടപെടലുകളായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ രാധാകൃഷ്ണൻ അന്വേഷണ രഹസ്യങ്ങൾ ചോർത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തി. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം രാഷ്ട്രീയ ഉന്നതരിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങിയതോടെ പെട്ടെന്ന് മന്ദഗതിയിലായതായി ആക്ഷേപമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയിലേക്കടക്കം അന്വേഷണം നീണ്ടതോടെ രാധാകൃഷ്ണൻ കൃത്യവിലോപം നടത്തിയെന്നാണ് വിലയിരുത്തിയത്. റെയ്ഡ് വിവരങ്ങൾ ഇടനിലക്കാർ വഴി പ്രതികൾക്ക് ചോർത്ത് നൽകിയെന്നും തെളിവുകൾ നശിപ്പിക്കാൻ അവസരമൊരുക്കിയെന്നും BJP നേതൃത്വം അന്ന് ആരോപിച്ചിരുന്നു. കേസ് ഒതുക്കി തീർക്കാൻ 30 കോടി രൂപയുടെ ഇടപാട് നടന്നതായി കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷും പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം ആരോപണം നേരിട്ടത് രാധാകൃഷ്ണനായിരുന്നു. ഈ കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലാണ് ഇദ്ദേഹത്തെ പിന്നീട് ചെന്നൈയിലേക്കും കാശ്മീരിലേക്കും സ്ഥലം മാറ്റിയത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിനിടയിൽ പി രാധാകൃഷ്ണന് പ്രമോഷൻ ലഭിച്ചിരുന്നു. എന്നാൽ അത് നിരസിച്ചത് സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകി ചെന്നൈ സോണൽ ഓഫീസിലേക്ക് മാറ്റിയിട്ടും അന്വേഷണം പൂർത്തിയാക്കാനെന്ന് പറഞ്ഞ് കൊച്ചിയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി തുടരാനാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള മറ്റ് കേസുകളിലും ഇദ്ദേഹത്തിന്റെ ഇടപെടലിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഈ കേസുകൾ മരവിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണെന്നാണ് വിമർശനം. ഫണ്ടമെന്റൽ റൂൾ 56J പ്രകാരമാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി സ്വീകരിച്ചത്. അഴിമതിക്കാരായ അല്ലെങ്കിൽ കാര്യക്ഷമതയില്ലാത്ത ഉദ്യോഗസ്ഥരെ പൊതു താല്പര്യം മുൻനിർത്തി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകുന്നു. രാധാകൃഷ്ണന് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമെങ്കിലും നിർബന്ധിത വിരമിക്കൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയൊരു കളങ്കമാണ്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ അടക്കം അന്വേഷണത്തിലെ വീഴ്ചകളുടെ പേരിലാണ് പി രാധാകൃഷ്ണന് നടപടി നേരിട്ടതെങ്കിലും സൈബർ ഇടത്തിലും അല്ലാതെയും സഖാക്കൾ പ്രചരിപ്പിക്കുന്നതും മറ്റൊരു കഥയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ യാതൊരു ബന്ധവുമില്ലാത്ത ശിവശങ്കറിനെ തുറുങ്കിലടച്ച ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി എന്നതാണ് സഖാക്കളുടെ ഭാഷ്യം. ദേശാഭിമാനി അടക്കം നൽകിയ റിപ്പോർട്ടും അങ്ങനെയാണ്. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ മോദി സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനകൾക്ക് ചുക്കാൻ പിടിച്ചത് രാധാകൃഷ്ണനാണെന്നാണ് ദേശാഭിമാനിയുടെ നരേറ്റീവ്. ഇത് സഖാക്കളുടെ പൂഴിക്കടകനായി വിലയിരുത്തുന്നു. വസ്തുതകൾ മറച്ചുവെച്ച് ദേശാഭിമാനി പറയുന്നത് ഇങ്ങനെയാണ്. കൊച്ചി സോണൽ ഓഫീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കെയാണ് രാധാകൃഷ്ണൻ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണ ചുമതലയേറ്റത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഒരാഴ്ചയ്ക്കകം കേസ് രജിസ്റ്റർ ചെയ്തു. പ്രധാന പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും സന്ദീപ് നായരും അറസ്റ്റിലായതിനു പിന്നാലെ IT സെക്രട്ടറി എം ശിവശങ്കറിലേക്ക് അന്വേഷണം എത്തിച്ചു. തുടർന്നാണ് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും ഓഫീസിലേക്കും എത്തിക്കാൻ നീക്കം ആരംഭിച്ചത്. ജയിലിലായിരുന്ന സ്വപ്ന സുരേഷിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടെന്ന് പറയാൻ നിർബന്ധിച്ചു. അവർ തന്നെ ഇത് പിന്നീട് വെളിപ്പെടുത്തി. ED ഇതേ ആവശ്യം തന്നോട് ഉന്നയിച്ചെന്ന് മറ്റൊരു പ്രതി സന്ദീപ് നായരും വെളിപ്പെടുത്തി. കോൺസുലേറ്റ് ജനറലിന്റെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, ഖുറാനിലും ഈന്തപ്പഴത്തിനുള്ളിൽ വെച്ചും സ്വർണം കടത്തി തുടങ്ങിയ കള്ളക്കഥകൾ ED റിപ്പോർട്ടായി കോടതിയിലെത്തിച്ചതും രാധാകൃഷ്ണനാണ്. കേസിൽ ED രാഷ്ട്രീയം കളിക്കുന്നതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ വിചാരണ കർണാടകത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ED നടപടികൾക്ക് നിറം പിടിപ്പിച്ച് മാധ്യമങ്ങൾക്ക് വിളമ്പിയതും ഇയാളാണ്. റെഡ് ക്രസന്റ് ഉൾപ്പെട്ട കേസ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്താനുള്ള നീക്കവും നടത്തി. ഒടുവിൽ നിയമസഭ എത്തിക്സ് കമ്മിറ്റി രാധാകൃഷ്ണനോട് വിശദാംശങ്ങൾ തേടി. അതിന് രേഖാമൂലം വിശദീകരണം നൽകേണ്ടി വന്നു. കൈക്കൂലി, വിവരം ചോർത്തി നൽകൽ തുടങ്ങി നിരവധി ആക്ഷേപങ്ങളെ തുടർന്ന് ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. 2 വർഷത്തിന് ശേഷം തിരികെ കൊച്ചിയിലേക്ക് മാറ്റി. ഈ സമയത്താണ് ED ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന വിജിലൻസ് കേസ് ഉണ്ടാകുന്നത്. തുടർന്ന് ശ്രീനഗറിലേക്ക് മാറ്റി. ഇത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും തള്ളി എന്നുമാണ് ദേശാഭിമാനിയിൽ പറയുന്നത്. കശുവണ്ടി വ്യവസായിയായ അനീഷ് ബാബു ED ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണമായി മുന്നോട്ട് വന്നപ്പോഴും രാധാകൃഷ്ണന്റെ പേര് ഉയർന്നിരുന്നു. അനീഷ് ബാബു ഉന്നയിച്ച പേരുകളിൽ പി രാധാകൃഷ്ണനും ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ പേര് തിരുത്തപ്പെട്ടിരുന്നു. ഇതോടെ ED ഉദ്യോഗസ്ഥർക്കെതിരായ വിജിലൻസ് കേസിൽ നിന്നും പി രാധാകൃഷ്ണൻ രക്ഷപ്പെടുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് EDയിൽ ആഭ്യന്തര അന്വേഷണം നടന്നു വരികയായിരുന്നു. പി രാധാകൃഷ്ണനെ ജമ്മു കശ്മീരിലെ ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടി വന്ന് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ED നടപടിയും വന്നിരിക്കുന്നത്.